ഏവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് റോമാലേഖനം 5:1 അല്പനേരം ധ്യാനിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഉണ്ട് എന്നാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. എങ്ങനെയാണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ സകല ജാതി മനുഷ്യർക്കും എന്തില്ല? സമാധാനം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പന്നന്മാരോടും വലിയ അങ്ങനെയുള്ള ആൾക്കാരോട് ചോദിച്ചാൽ പറയും ഞങ്ങൾക്ക് വലിയ സമാധാനമാണ്. ആ സമാധാനമല്ല, ദൈവത്തോടുള്ള സമാധാനം ഇല്ല. അപ്പോൾ ദൈവത്തോടുള്ള സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് കാഴ്ചകൾ, നേർച്ചകൾ, വഴിപാടുകൾ, യാഗങ്ങൾ, തീർത്ഥാടനങ്ങൾ, പൗരോഹിത്യങ്ങൾ, പിന്നെന്താണ് നമ്മളിന്ന് കാണുന്ന എല്ലാ മതങ്ങളുടെ ഉത്സവങ്ങൾ, ഇതിൻ്റെ എല്ലാം കാരണം എന്താണെന്നറിയാം? ദൈവവുമായിട്ട് അവർക്ക് എന്താണ് സമാധാനത്തിലേക്ക് വരുവാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെയെങ്കിലും ദൈവത്തെ ഒന്ന് പ്രീതിപ്പെടുത്തി ദൈവകോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടണം. ഇതാണ് ഈ മനുഷ്യരുടെ എല്ലാ ജാതി മതസ്ഥരുടെയും എല്ലാ ഉത്സവങ്ങളും എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും നമ്മൾ കാണുന്നത്. ഇപ്പോൾ കർക്കിടക വാവ്, അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള ബലികൾ, ശബ്ബത്തുകൾ, ആരാധനകൾ, ഇതെല്ലാം നമ്മളെ കാണിക്കുന്നത് ഈ ദൈവമുണ്ട് എന്ന് എല്ലാവരുടെയും ഹൃദയം സംസാരിക്കുന്നു. പക്ഷേ ആ ദൈവം ആരെന്നറിയുന്നില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് അറിയുന്നില്ല, ദൈവത്തെ എങ്ങനെ പ്രീതിപ്പെടുത്തണമെന്നും അറിയത്തില്ല. അതുകൊണ്ട് ഏതെങ്കിലും മനുഷ്യർ സാത്താൻ്റെ ഇഷ്ടത്താൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് എല്ലായിടത്തും അവർ ഓടി നടക്കുകയാണ്. ഇപ്പം ഞാനൊരു ഹിന്ദു ആയിരുന്നപ്പോൾ ഒരു ക്ഷേത്രം കഴിഞ്ഞ് അടുത്ത ക്ഷേത്രം, പിന്നെ മറ്റൊരു ക്ഷേത്രം, മറ്റൊരു വഴിപാട്, മറ്റൊരു സ്വഭാവം, ഇതെല്ലാം ചെയ്ത് എന്തില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തീയ മതവും അങ്ങനെയാണ്. പരിമലപ്പള്ളി പോകുന്നു, മണർക്കാട് പോകുന്നു, പിന്നെ എന്താണ് മരിച്ചവരുടെ കല്ലറയിൽ ധൂപ പ്രാർത്ഥന ചെയ്യുന്നു, മരിച്ചവർക്ക് വേണ്ടി പിതാക്കന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പുരോഹിതന്മാർക്ക് പൈസ കൊടുത്ത് അവരെന്താണ് ധൂപപ്രാർത്ഥനയൊക്കെ നടത്തി സ്വർഗത്തിൽ വിടുവാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ എല്ലാ മനുഷ്യരും ദൈവവുമായിട്ടൊരു നീതീകരണത്തിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥത്തിലല്ലെങ്കിലും അന്തരാത്മാവിൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പണം മുടക്കിയും സമയം മുടക്കിയും അവരുടെ ശരീരങ്ങളെ ദണ്ഡിപ്പിച്ചും, നമുക്കറിയാമല്ലോ, അനേകർ നഗ്നപാതരായിട്ട് കിലോമീറ്ററുകൾ നടന്നു മലകളൊക്കെ ചവിട്ടി, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, ഇപ്പം മലയാറ്റൂര്, ഇങ്ങനെയെല്ലാം എല്ലാവരും കയറുന്നുണ്ട്. എന്താണ്? ദൈവമായിട്ടൊരു നീതീകരണം വേണം. പക്ഷേ ഇതിനകത്തൊന്നും നീതീകരണം കിട്ടുന്നില്ല. ഇതെല്ലാം വർഷവും അവർ ചെയ്യുന്നു. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ഇപ്പോൾ സമാധാനം കിട്ടിക്കഴിഞ്ഞ ഒരു ജനത്തോടാണ് ഇത് പറയുന്നത്. അവരെ വിശുദ്ധന്മാരെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ആ വിശുദ്ധന്മാരോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം എന്നെയും ദൈവം യോഗ്യമാക്കിയത് വഴി എനിക്കും ഇന്ന് ദൈവവുമായിട്ട് സമാധാനമുണ്ട്. എനിക്കിനി കാഴ്ചകളില്ല, നേർച്ചകളില്ല, വഴിപാടുകളില്ല, തീർത്ഥാടനങ്ങളില്ല, പൗരോഹിത്യങ്ങളില്ല. വിശ്വസിക്കുന്ന ഏവരോടുമുള്ള ദൈവത്തിൻ്റെ നീതി അല്ലെങ്കിൽ പുത്രത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് എന്നെയും ദൈവം കൊണ്ടുവന്നു. അതെങ്ങനെയാണ് സാധ്യമായത്? കാരണം മനുഷ്യൻ്റെ പാപമാണ്, അതിക്രമങ്ങളും അകൃത്യങ്ങളുമാണ് ദൈവവുമായിട്ട് നമ്മളെ നീതീകരിപ്പാൻ കഴിയാത്തത്. അപ്പോൾ ദൈവവുമായിട്ട് നമുക്ക് സമാധാനം കണ്ടെത്തുവാൻ ഒരു മതത്തിനും, ക്രിസ്തീയ മതം ഉൾപ്പെടെ കഴിയാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ മുമ്പിലുള്ള നമ്മുടെ ദൈവത്തോട് ചേരുവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന നമ്മുടെ പാപം, ഇതിനാണ് അകൃത്യം എന്ന് പറഞ്ഞാൽ അതിക്രമം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ യേശുക്രിസ്തു വന്നിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? അതിൻ്റെ തൊട്ട് പുറകിലുള്ള 4-ാമത്തെ അവസാനത്തെ 2 വചനങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായിട്ട് ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാൻ ഉള്ളതാകയാൽ തന്നെ. അപ്പോൾ ദൈവത്തോട് നമുക്കെന്താണ് തടസ്സമായിട്ട്, ദൈവത്തിന് മുമ്പിൽ നിൽപ്പാൻ നമുക്ക് യോഗ്യമല്ലാത്ത നമ്മുടെ പാപങ്ങളെ, അകൃത്യങ്ങളെ യേശുക്രിസ്തു തൻ്റെ ചുമലിൽ ഏറ്റിക്കൊണ്ട്, അതിൻ്റെ ശിക്ഷ മരണമാണ്. ആ മരണം എനിക്ക് പകരം, അല്ലെങ്കിൽ ഇങ്ങനെ വിശ്വാസത്തിലേക്ക് വന്ന ഈ റോമ സഭയുടെ ആ വ്യക്തികൾക്ക് പകരക്കാരനായിട്ട് യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ഏറ്റ് മരിച്ചു. അപ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിച്ച് മരിച്ചത് വഴി ഇനി ആ പാപം നമ്മുടെ മേലില്ല. കാരണം എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവൻ ഏറ്റു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, അത് എനിക്ക് പകരം ക്രിസ്തു ഏറ്റു. എന്നിട്ടോ അവൻ മരിച്ചു. ആ മരണത്തിൽ മരിച്ചു, അവനെ അടക്കപ്പെടുകയും ചെയ്തു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടക്കണമല്ലോ, അടക്കി. പിന്നെന്താണ്? നമ്മുടെ നീതീകരണത്തിനായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. അതായത് യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു എന്നുള്ള ലെവൽ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും നമുക്ക് നീതീകരണം സാധ്യമല്ല. ശരി, പാപമൊക്കെ ക്ഷമിച്ചു, സമ്മതിച്ചു. പക്ഷേ എന്താണ്? നമ്മൾ ഉയർത്തെഴുന്നേപ്പാണ് നീതീകരണം. യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേപ്പാണ് നീതീകരണം. ഈ റോമാലേഖനം 1:5 പറഞ്ഞൊരു വചനമുണ്ട്.
അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്ക വഴി ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണ്ണയിക്കപ്പെട്ടു. അപ്പോൾ നോക്ക് പ്രിയരെ, ഈ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടെ അല്ലാതെ അവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് തെളിയിപ്പാൻ കഴിയത്തില്ല. എന്ന് മാത്രമല്ല, ഈ നമ്മളും ദൈവത്തിൻ്റെ മക്കളാണെന്ന് തിരിച്ചറിയുന്നത് ഇനിയും കർത്താവിൻ്റെ നാളിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ്. ആ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാക്കപ്പെട്ടു എന്നാണ് ഈ വചനം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് അവൻ മരിക്കുകയും അവൻ അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ആ വിശ്വാസം, അതെനിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള അവനിലുള്ള ആ വിശ്വാസം നമ്മളെ ദൈവത്തിലേക്ക് നീതീകരിച്ചു. എന്നാൽ ആ വിശ്വാസം കൊണ്ട് മാത്രമായിരുന്നെങ്കിൽ നമുക്കത് കിട്ടുമായിരുന്നോ? കിട്ടത്തില്ലായിരുന്നു. പിന്നെന്താണ്? ആ വിശ്വാസത്തിനോട് കൂടെ നമ്മളും അവൻ്റെ ആ കഷ്ടാനുഭവത്തിൽ പങ്കാളിയായിട്ട് തീർന്നിട്ടല്ലാതെ അവനിരിക്കുന്ന സ്വർഗത്തിൽ നമുക്ക് ഇരിക്കുവാൻ കഴിയത്തില്ല. ആ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയുടെ പങ്കാളിത്തം നമുക്കും ഉണ്ടാകേണ്ടതിന് ദൈവം പറഞ്ഞിരിക്കുന്നു, ആദ്യം നീ അത് വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ പങ്കാളിത്തവുമായിട്ട് കൂട്ടായ്മയിലേക്ക് വരുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അങ്ങനെ യേശുക്രിസ്തു എൻ്റെ പാപങ്ങളെ ഏറ്റ്, അകൃത്യങ്ങളെ ഏറ്റ് മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചു. അതിന് ഞാൻ അവനോട് പങ്കാളിത്തമാകേണ്ടതിന് അവനോട് മരിപ്പാൻ സ്നാനമേറ്റു. കാരണം അവൻ്റെ എനിക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടത്തിന്, ആ മരണത്തിന് ഞാനും പങ്കാളിയായിട്ട് തീർന്നെങ്കിൽ മാത്രമേ എനിക്കും സ്വർഗത്തിലിരിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി മരിച്ചത് വഴി ഞാനും അവനോട് കൂടെ സ്നാനത്താൽ മരിച്ച് ഞാൻ സ്നാനമേറ്റവനാണ്. മാനസാന്തരപ്പെട്ടതിന് ശേഷം, വിശ്വസിച്ചതിന് ശേഷം സ്നാനമേറ്റവനാണ്. അതുകൊണ്ട് സ്നാനമേറ്റപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ആ മരിച്ച അവൻ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്നുള്ള ആ ഉയർപ്പിനാൽ ഞാൻ പങ്കാളിയും കൂടെ ആയിട്ട് തീർന്നത് ഈ സ്നാനത്തിലാണ്. അപ്പം ഞാൻ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ആരോടുകൂടെ? യേശുക്രിസ്തുവിനോട് കൂടെ. എങ്ങനെ? വിശ്വസിച്ചതിന് ശേഷമുള്ള സ്നാനത്താൽ. ഈ സ്നാനത്താൽ മാത്രമേ അവൻ്റെ പങ്കാളിത്തത്തിലേക്ക് നമുക്ക് വരുവാൻ കഴിയത്തുള്ളൂ. ഭൂമിയിൽ അവൻ അനുഭവിച്ച ഈ കഷ്ടാനുഭവത്തിനും ഉയർപ്പിനും പങ്കാളിയായിട്ട് തീരുന്നുവെങ്കിൽ മാത്രമേ ഇപ്പോൾ അവൻ ഇരിക്കുന്ന ഇടമായിരിക്കുന്ന സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് അവനോട് ചേർന്ന് നമുക്കും ഇരിപ്പാൻ കഴിയത്തുള്ളൂ എന്നുള്ള സത്യമാണ് നമ്മൾ ഇന്ന് അംഗീകരിക്കുന്നത്. അതേപോലെ നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ ഇങ്ങനെ സ്നാനമേറ്റ നമ്മൾ ഓരോരുത്തരും ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഈ സ്നാനത്താൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും സ്നാനത്തിലേക്ക് വരും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ആ യേശുക്രിസ്തു പണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞായിരുന്നു, മനുഷ്യപുത്രൻ ഇതാ പാപികളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു. അവർ അവനെ തല്ലുകയും അവരവനെ കൊല്ലുകയും തുപ്പുകയും ഒക്കെ ചെയ്യുമെങ്കിലും അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നുവെന്ന്. അത് ആ ഒരു അനുഭവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് വിശ്വസിച്ചതിന് ശേഷമാണ് അവൻ എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാനും അവനോട് കൂടെ മരിക്കാം. അതാണ് സ്നേഹം. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത ഈ സ്നാനത്തിലാണ് വെളിപ്പെട്ട് വരുന്നത്. അങ്ങനെ സ്നാനമേറ്റവർ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് അവൻ ഇരിക്കുന്ന ഇടമായിരിക്കുന്ന സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ അംഗീകരിച്ചപ്പോഴാണ് എന്താണ് നമുക്ക് ദൈവവുമായിട്ട് സമാധാനം. ഇനിയും കാഴ്ചയില്ല, നേർച്ചയില്ല, വഴിപാടില്ല, യാഗമില്ല, പുരോഹിതന്മാരില്ല. ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇനിയൊന്നും ചെയ്യുന്നില്ല. ഈ രക്ഷ നമുക്ക് കിട്ടിയത് വഴി യേശുക്രിസ്തുവിനെ നമ്മൾ മഹത്വപ്പെടുന്നു, സുവിശേഷം അറിയിക്കുന്നു, നന്മകൾ ചെയ്യുന്നു, യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് ലോകത്തിൽ തിളങ്ങുന്നു. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നാളെ മടങ്ങി വരുമ്പോൾ ഇങ്ങനെയായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അവനോട് കൂടെ പ്രത്യക്ഷമായിട്ടും അല്ലെങ്കിൽ നമുക്കത് കാണുവാൻ കഴിയത്തുള്ളൂ. അവനോട് കൂടെ നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് തൊട്ടും രുചിച്ചും അറിഞ്ഞും അവനോട് കൂടെ ആ പിതാവിൻ്റെ വലതുഭാഗത്ത് സ്വർഗ്ഗസിംഹാസനത്തിൽ പുത്രൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ ഈ അനുഭവത്തിൽ കൂടെ വന്നേ പറ്റൂ. ഇന്ന് വിശ്വസിച്ചു, നമ്മൾ നാളെ അത് അനുഭവിക്കാൻ പോവുകയാണ്. ഈ ഒരു അനുഭവത്തിലേക്ക് ആരെങ്കിലും വരാത്തവരായിട്ടുണ്ടെങ്കിൽ എല്ലാ ജാതി മതസ്ഥരോടും ഞാൻ പറയുന്നു, ഒരാളെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, യേശുക്രിസ്തു നിനക്ക് വേണ്ടി കൂടെ മരിച്ചു, നിൻ്റെ ഉയർപ്പിന് വേണ്ടിയിട്ട് അവന് ഉയർത്തെഴുന്നേറ്റു. അത് നീ വിശ്വസിക്കണം. അതിനുശേഷം അവനോട് നീ പങ്കാളിയാകുവാൻ സ്നാനമേറ്റ്, അങ്ങനെ സ്നാനമേറ്റ വിശുദ്ധന്മാർ ഒന്നിച്ച് ചേർന്ന് വേണം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ. കർത്താവ് ഈ വചനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. കേട്ട ഏവർക്കും യേശുക്രിസ്തു നാമത്തിൽ നന്ദി.